ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മേഘ കുറച്ച് ടാബ്ലറ്റ്സ്, അതായത് മുത്തശ്ശിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ കയ്യിലാക്കിയിട്ട് മുറി അടച്ചിട്ട് മുറിക്കകത്തിരുന്നിട്ട് പറയാണ്, ഈ ടാബ്ലറ്റ്സ് മുഴുവൻ ഞാൻ കുടിക്കും എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തന്നെ പോയിട്ട് ലക്ഷ്മിയെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ജനലിൻ്റെ അരികിൽ നിന്നിട്ട് നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോളെ മേഘ, നീ ഒന്നും ചെയ്യരുത്. മേഘ മോളെ, നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്, നീ എന്നെ ഒന്ന് നോക്ക് എന്നൊക്കെ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാണ്. അമ്മ എന്തിനാ കരയുന്നേ? അച്ഛൻ എന്നെ ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്യാനും പറ്റില്ല, പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നേ? അത് കേട്ട് ലക്ഷ്മിയും മുത്തശ്ശിയും ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. എൻ്റെ മോളെ അമ്മ നന്നായിട്ട് നോക്കണം, ഞാൻ സമാധാനത്തോടെ മരിച്ചോളാം, മേഘ ലക്ഷ്മിയോട് പറയാണ്. അപ്പോൾ മുത്തശ്ശി അത് കേട്ടിട്ട്, മേഘ മോളെ, എന്താ നീ പറയുന്നേ മുത്തശ്ശി? അപ്പോൾ ലക്ഷ്മി പറയാണ്, മേഘ നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ അച്ഛൻ വരട്ടെ, അച്ഛനോട് സംസാരിച്ച് തീരുമാനിക്കാം. നീ എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്തു തരാം. മേഘ, നീ ആലോചിക്കാതെ തീരുമാനങ്ങളൊന്നും എടുക്കാതെ. ഇല്ല അമ്മേ, അച്ഛൻ എനിക്ക് ഒന്നും ചെയ്തു തരില്ല, എനിക്ക് അച്ഛനെ നന്നായിട്ടറിയാം. ഇല്ല മേഘ, ഞാൻ അച്ഛനോട് സംസാരിച്ച് നിനക്കുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ എഴുതരാം. അമ്മേ, ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഗുളിക അടുപ്പിച്ച് വെക്കുകയാണ്. കേട്ട് മുത്തശ്ശി പറയാണ്, ലക്ഷ്മി അവളത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ എന്തിനാ മഹീന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വത്തെല്ലാം നിന്റെ പേരിലല്ലേ ഉള്ളത്, അത് മേഘയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറ. ചിലപ്പോൾ ഗുളികകളൊക്കെ കഴിക്കും ലക്ഷ്മി. അമ്മ പോലും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അമ്മയും എൻ്റെ പേരിൽ സ്വത്തുക്കളൊന്നും എഴുതിത്തരാത്തത്. ഇല്ല മേഘ, നിന്റെ പേരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, നിന്റെ പേരിൽ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്, പക്ഷേ അച്ഛനറിയാതെ സ്വത്തുക്കളൊന്നും നിന്റെ പേരിൽ എഴുതിത്തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയട്ടെ, അച്ഛനോട് സംസാരിച്ച് ഞാൻ എല്ലാം എഴുതിത്തരാം, നീ ഒന്ന് വിശ്വസിക്ക്. ഇല്ല അമ്മ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും വേണ്ട എന്നേ പറയൂ. എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല, ഒരു സ്വത്തുക്കളും എൻ്റെ പേരിലില്ല, പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ സ്വയം അവസാനിച്ചോളാം എന്ന് പറഞ്ഞ് മേഘ ഗുളികകളൊക്കെ വായിക്കെടുത്ത് കൊണ്ടുപോവാണ്. ലക്ഷ്മി പുറത്ത് നിന്ന് വിളിക്കുകയാണ്, മേഘ മേഘ. അയ്യോ മേഘ. അപ്പോഴേക്കും മുത്തശ്ശി, അയ്യോ എൻ്റെ ചെറുമോളും മരിക്കാൻ പോകുന്നേ. എന്തോ ലക്ഷ്മി, മോളേക്കാൾ വലുത് നിനക്ക് ഈ സ്വത്തുക്കളൊക്കെയാണോ? എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ചെറുമോളെ കൊല്ലാൻ പോകുന്നേ. മേഘ, അത് കഴിക്കരുത്, ഞാൻ പറയുന്നതെന്ന് നീ കേൾക്ക്. ആദ്യം നീ കതക് തുറക്ക്. നിനക്കെന്താ, എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേര് എഴുതിത്തരണം, അത്രയല്ലേ ഉള്ളൂ? ഞാൻ എഴുതിത്തരാം മേഘ, ദയവ് ചെയ്ത് കതക് തുറക്ക്. മുത്തശ്ശി ശ്വാസം നേരെയാക്കി നിൽക്കുകയാണ്. മേഘ, അവൾ എഴുതിത്തരാമെന്ന് പറഞ്ഞില്ലേ, വാതിലൊന്ന് തുറക്കുമോളെ. പിന്നെ വാക്ക് മാറില്ലല്ലോ അല്ലേ? പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുമല്ലോ? സത്യമായിട്ട് എഴുതി വെക്കാം. കതക് തുറക്ക്, വാ മേഘ. കതക് തുറന്നു. അപ്പം ലക്ഷ്മിയും മുത്തശ്ശിയും ഓടിപ്പോവുകയാണ് മേഘയുടെ അടുത്തേക്ക്. ലക്ഷ്മി ഓടിപ്പോയിട്ട് പറയാണ്, മേഘ എന്താ മേഘ ഇത് ചെറിയ കുട്ടികളെ പോലെ ചെയ്യുന്നത്? മേഘ, നീ എന്നെ നോക്ക്, നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും നീ എൻ്റെ മോളെ പോലെ തന്നെയാണ്. നിനക്ക് എല്ലാ അവകാശങ്ങളും ഈ വീട്ടിൽ ഉണ്ട് മോളെ. കേവലം ഒരു സ്വത്തിൻ്റെ പേരിൽ ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തുമെന്ന് വിചാരിച്ചോ നീ? നോക്ക് മോളെ, ഞാൻ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിൽ എഴുതരാം. എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കൾക്കും നീ തന്നെയാണ് മോളെ അവകാശി. മുത്തശ്ശി പിറകിൽ നിന്നും ഹാവ് എന്ന് പറയാണ്. മതിയാ മോളെ നിനക്ക്. അപ്പോഴേക്കും ലക്ഷ്മിയുടെ ദേഹത്തേക്ക് മേഘ ചാന്ന് വീഴാണ്. എൻ്റെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പുറത്ത് നിന്ന് മുത്തശ്ശിയെ നോക്കിയിട്ട് കണ്ണിറുക്കുകയാണ്. എൻ്റെ മോളാണ്, വാ എന്ന് പറഞ്ഞ് മേഘയെ കൂട്ടിക്കൊണ്ട് പോവാണ്. കൊള്ളാലോ, മേഘ മിടുക്കിയ, അഭിനയിച്ച് കാര്യം സാധിച്ചു കളഞ്ഞല്ലോ. മഹീന്ദ്രൻ സാറും സിദ്ധുവും പോലീസും ചേർന്ന് ചന്ദ്രികയെ അന്വേഷിച്ചുള്ള തിരച്ചിലാണ്. ചന്ദ്രിക പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധു ഓർക്കുകയാണ്. സാറേ, ജീവിതകാലം മുഴുവനും എനിക്കും മലരനും സാറുണ്ടാവണം കൂടെ എന്നൊക്കെ പറഞ്ഞത്. പേഴ്സിൽ നിന്നുമുണ്ടായ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. സിദ്ധുവിനോട് അതൊക്കെ ഓർത്ത് കണ്ണിൽ വെള്ളം വന്നുപോയി. സമയത്ത് ചന്ദ്രിക അവൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്ത മോതിരത്തെക്കുറിച്ചും ഓർക്കുകയാണ്. പോലീസുകാരും മഹീന്ദ്രൻ സാറും സിദ്ധുവും ഒക്കെ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചോദിക്കുകയാണ്, എടോ, മാഞ്ചോലക്കാട്ടിലേക്കുള്ള വഴി നിനക്ക് ഏതാണെന്ന് അറിയാമോ? അവിടേക്ക് വേറെ ഏതെങ്കിലും കുറുക്ക് വഴിയുണ്ടോ? എനിക്കറിയില്ല സാർ, ഒരു മരപ്പാല ഉണ്ടായിരുന്നു, അത് തകർന്നു പോയി. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതുവഴി പോകണം.
പിന്നെ കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ്, സൂക്ഷിച്ച് വേണം പോകാൻ. ശരി. നമുക്ക് ചായ എടുക്ക്. ശരി സാർ. അപ്പോഴാണ് റേഡിയോയിൽ നിന്ന് ന്യൂസ് പറയുന്നത്, മാൻജോല കാടിനകത്തുള്ള ക്ഷേത്രത്തിനടുത്ത് നാളെ ഉത്സവം നടക്കുന്നതിനാൽ ക്ഷേത്ര പ്രതിഷ്ഠയും അലങ്കാരങ്ങളും തിരക്ക് പിടിച്ച് തീർക്കുകയാണ്. ആ ക്ഷേത്രത്തിനകത്തുകൂടി നടന്നു കളിക്കുകയാണ്. അതായത് മഹേഷും മറ്റേ ദിലീപുണ്ടല്ലോ അയാളും. അപ്പോൾ പെട്ടെന്ന് തന്നെ സിദ്ധുവിനെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് സിദ്ധു പോലീസിനോട് പറയാണ്, സാറേ അതാണ്, അവനാണ് മഹേഷ്. അതാ സാറേ, അതാ നടന്നു പോകുന്നത് കണ്ടില്ലേ, അവനാണ് മഹേഷ്, സൂക്ഷിച്ചു നോക്ക്. അങ്കിളെ ഞാനിപ്പോൾ കണ്ടതേയുള്ളൂ, അവനിപ്പോൾ ആരോടോ സംസാരിച്ചു കൊണ്ടുപോയി. ഞാൻ പറയുന്നത് സത്യമാണ്. എന്താ പറയുന്നത്, മഹേഷിനെയാണോ നീ കണ്ടത്? അതെ അതെ അങ്കിളെ, അവനെ തന്നെയാണ് കണ്ടത്. സുൻ ചോദിക്കുകയാണ്, നിങ്ങൾ മഹേഷിനെ തന്നെയാണോ കണ്ടത്? സാറേ അതെ, എനിക്കവനെ നന്നായിട്ട് അറിയാമല്ലോ. അതെ, ഞാൻ അവനെ തന്നെയാണ് കണ്ടത്. പറയുന്നത് സത്യമാണ്, ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ചായക്കടക്കാരൻ ചോദിക്കുകയാണ്, എന്താ സാർ, എന്താ പ്രശ്നം? ദേ ഇങ്ങോട്ട് നോക്ക്, ഇയാളുടെ പേര് മഹേഷ്. ഉറപ്പായും അത് അവൻ തന്നെയാണ്. യുടെയും മലറിൻ്റെയും കൂടി ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇയാൾ ഈ പെൺകുട്ടിയെയും ഈ പെൺകുട്ടിയുടെ മകളെയും ഇന്ത്യയിൽ നിന്നും തട്ടിക്കൊണ്ടു വന്നതാണ്. അതുകൊണ്ടാണ് ഇവരെ അന്വേഷിച്ച് വന്നത്. എൻ്റെ അനിയനും ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ചായക്കട നടത്തുന്നത്. ആ ഫോട്ടോ എൻ്റെ ഫോണിലേക്കൊന്ന് അയക്കൂ സാർ. അവൻ അയച്ചു കൊടുത്ത് അയാൾ അവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ പറയാം. ശരി ശരി, നമ്പർ പറയും. ഇതാ അയച്ചിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ആ ഫോട്ടോസൊക്കെ അയാൾക്ക് അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും ചെയ്യണം. സാറേ, എൻ്റെ അനിയനോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് അയാൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ പറയും. ശരി. ഫോൺ ബെല്ലടിക്കുന്നു. അത് എൻ്റെ അനിയനാണ് വിളിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ഞാൻ വിളിച്ചു നോക്കാം. സംസാരിക്കുക, വേഗം സംസാരിക്കുക. ശരി, എന്നാൽ നീ വെച്ചേക്ക്. സാർ, ചന്ദ്രികയ്ക്കും മഹേഷിനും ആ അമ്പലത്തിൽ വെച്ച് കല്യാണം നടക്കാൻ പോവുകയാണെന്ന്. ആ കുട്ടിയെ മാഞ്ചോലക്കാട്ടിനകത്ത് ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഞെട്ടലോടെ, അങ്കിൾ, മഹേഷ് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ പോകുന്നോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക സാർ? നമുക്ക് വേറെ വഴിയൊന്നുമില്ല. എത്രയും വേഗം ആ ശിവക്ഷേത്രത്തിലെത്തി ആ നടക്കാൻ പോകുന്ന കല്യാണം മുടക്കണം. പോലീസ് പറയാണ്, അതേസമയം വനത്തിൽ നിന്നും കുഞ്ഞിനെയും നമുക്ക് രക്ഷിക്കണം. ചന്ദ്രൻ സാർ പറയാണ്, ഷോ. അപ്പോൾ പോലീസ്, ഒരുപക്ഷെ നമ്മൾ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ അയാൾ അപായപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഒരേ സമയം തന്നെ നമുക്ക് മലരിനെയും രക്ഷിക്കണം, വിവാഹവും മുടക്കണം. പറയാങ്കൾ, ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൽ പോയി വിവാഹം മുടക്കാം. കാടിനുള്ളിൽ ചെന്ന് മലരിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുപോകാമോനെ? ശരിയാങ്കളെ, നോക്കിക്കോളാം അങ്കിൾ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ശരി, ഒരു മിനിറ്റ് നിൽക്ക്, ഞാനിപ്പോൾ വരാം. പോലീസ് ഒരു മാപ്പ് കൊണ്ടു കൊടുത്തിട്ട് സിദ്ധുവിനോട് പറയാണ്, ഇതാണ് വനത്തിൻ്റെ മാപ്പ്, ഇത് വെച്ചോളൂ. കുട്ടിയെ കണ്ടുപിടിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഓക്കെ സാർ. ഈ സ്ഥലമല്ലേ? അതെ, ഓക്കെ. നിങ്ങൾ നേരെ ശിവക്ഷേത്രത്തിലേക്ക് പോവാണ്. നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ വണ്ടിയിൽ മാഞ്ചോലക്കാട്ടിലേക്ക് പോയിക്കോളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, സാർ വേഗം പോയിക്കോളൂ. പുതിയ സ്ഥലമാണ്, വലിയ കാടാണെന്നും പറയുന്നു. സൂക്ഷിച്ചു പോകണം മോനെ. അങ്കിളെ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വേഗം ചെന്ന് ചന്ദ്രികയെ രക്ഷിക്ക്, മലറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോനെ. അങ്കിള് പോയിക്കോ, വേഗം പോയിക്കോ. അങ്കിളെ, ഞാൻ പറയുന്നത് കേൾക്ക്, അങ്കിള് പോയിക്കോ, സൂക്ഷിച്ചു പോകണേ മോനെ. എന്നെ കാണിക്കുന്നത് മേഘയാണ്. മേഘ ഒരിടത്ത് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ലക്ഷ്മി പറയാണ്, മേഘ, എന്താ അമ്മേ? എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. അമ്മേ, വീട്ടിൽ നിനക്ക് ഒരു അധികാരവും ഇല്ല, അവകാശവും ഇല്ല എന്ന് നീ വിഷമിച്ചോ? അതുകൊണ്ടാണ് ഞാൻ സ്വത്തുക്കൾ എഴുതിത്തരാമെന്ന് വിചാരിച്ചത്. അതിൽ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ സ്വത്തും എനിക്ക് നിൻ്റെ പേരിൽ എഴുതിത്തരാൻ പറ്റില്ല. നിനക്ക് ചേരാനുള്ള സ്വത്തിൽ പകുതി സ്വത്ത് ഞാൻ നിൻ്റെ പേരിൽ എഴുതിത്തരാം. അതും നിൻ്റെ അച്ഛൻ അറിയാതെയാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. നാളെ നിൻ്റെ അച്ഛൻ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ പോലും മേഘയ്ക്കുള്ള പങ്ക് മാത്രമേ ഞാൻ അവൾക്ക് എഴുതി കൊടുത്തിട്ടുള്ളൂ എന്ന് പറയും. എന്നാൽ ഈ സ്വത്ത് ഞങ്ങളറിയാതെ വേറെ ആർക്കെങ്കിലും എഴുതി കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. ശരി അമ്മേ, സ്വത്തിൻ്റെ പകുതി അമ്മ എഴുതിത്തരാമെന്ന് പറഞ്ഞത് തന്നെ എനിക്ക് നല്ല സന്തോഷം തന്നെയാണ്. എനിക്കമ്മ വാല്യൂ തരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയാൻ പാടില്ല. ശരി അമ്മേ. അതും പറഞ്ഞ് അമ്മ പോയി. എന്താ മേഘ, ലക്ഷ്മി സ്വത്തിൽ പകുതി എഴുതിത്തരാമെന്ന് പറഞ്ഞതും ഐസ് പോലെ നീ ഉരുകിപ്പോയോ? ഇവിടെയാണ് നീ വിവേകത്തോടെ ചിന്തിക്കേണ്ടത്. സ്വത്ത് നിനക്കും ചന്ദ്രികയ്ക്കും പകുതി പകുതിയായി തരുമ്പോൾ ചന്ദ്രിക നിനക്ക് തുല്യയാവും. എപ്പോഴും ചന്ദ്രികയുടെ മുകളിൽ നിനക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ
മുഴുവൻ സ്വത്തും നീ എഴുതി വാങ്ങണം. അതെങ്ങനെയാ മുത്തശ്ശി അമ്മ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ പേരിൽ എഴുതി വെക്കുന്നത്? പകുതി സ്വത്ത് നിന്റെ പേരിൽ എഴുതി തരാമെന്ന് ലക്ഷ്മി പറഞ്ഞു. പക്ഷേ ലോയറോട് പറഞ്ഞ് മുഴുവൻ സ്വത്തുക്കളും നിന്റെ പേരിൽ എഴുതി തരുന്ന രീതിയിലുള്ള പത്രം നീ ലോയറോട് പറഞ്ഞ് തയ്യാറാക്കണം. എന്തായാലും പത്രം വാങ്ങിച്ചിട്ട് പത്രം മുഴുവനും വായിച്ചു നോക്കാനാണോ പോകുന്നത്? അത് കൊടുത്താൽ ഉടനെ ഒപ്പിട്ടങ്ങ് തരും. മുഴുവൻ സ്വത്തും നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മഹീന്ദ്രൻ സമ്പാദിച്ച സ്വത്തുക്കൾക്ക് മുഴുവൻ നീ അധിപതിയായി വളരും. പിന്നെ മഹീന്ദ്രന് പോലും ആ സ്വത്തിന് അവകാശമില്ല. അങ്ങനെ വരുമ്പോൾ ആ ചന്ദ്രികയ്ക്ക് നിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല. ജീവിതകാലം മുഴുവൻ നിന്റെ കാൽ കീഴിൽ ജോലിക്കാരിയായിട്ട് അവൾക്ക് കഴിയേണ്ടി വരും. മഹീന്ദ്രൻ പോലും ഭിക്ഷക്കാരനായതിനു ശേഷം ചന്ദ്രിക അയാളുടെ മകളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കൊരു പ്രശ്നവുമില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞ ഐഡിയ നല്ലതാ, പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ വക്കീലിനോട് വിശദമായിട്ട് പറഞ്ഞ് തന്ത്രത്തിൽ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ ആകുന്ന വിധത്തിൽ പത്രം എഴുതി വെക്ക്. ശരി മുത്തശ്ശി, ഞാനിപ്പോൾ തന്നെ വക്കീലിനോട് സംസാരിക്കാം. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയെയും കൊണ്ട് ദിലീപും മഹേഷും നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വണ്ടിയിൽ. അവിടെ അവർ പറഞ്ഞ പ്രകാരം പൂജാരി എല്ലാം തയ്യാറാക്കി വെച്ച് ഇവരെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ മഹേഷിൻ്റെ വണ്ടി ക്ഷേത്രത്തിലെത്തി നിർത്തി. ഇവരും ഇറങ്ങി. എന്നിട്ട് പറയാണ്, ചന്ദ്രികയെ ഇറങ്ങ്, വാടി ഇങ്ങോട്ട്. ചന്ദ്രികയെ അവർ രണ്ടുപേരും വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. ബലം പിടിക്കാതെ വാടി. ചന്ദ്രിക ബലം പിടിക്കുകയാണ്. വിട്, എന്നെ വിട് എന്ന് പറഞ്ഞ്. ഇതാ ചേച്ചി, ഇവളെ ഈ സാരി ഉടുപ്പിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കൊണ്ടുവാ. വാ പോകാം. കൈവിട്. ചന്ദ്രികയെ, സിദ്ധാർത്ഥ് ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അത് ഓർമ്മയിൽ വെച്ചോണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പം തന്നെ തീർത്ത് കളയും ഞാൻ അവനെ. അത് മാത്രമല്ല, പിന്നെ ഒരിക്കലും മലരിനെ ഈ ജന്മത്ത് കാണില്ല. വേഗം ചെന്ന് സാരി ഉടുത്തിട്ട് വാ. വേഗം വാ, കൊണ്ടുപോ അവളെ, സാരി മാറ്റി കൊടുക്ക്. മഹേഷ് അവിടെ 2 സ്ത്രീകളെ ആക്കിയിരുന്നു ചന്ദ്രികയെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും കൂടി പിടിച്ചു കൊണ്ടുപോവാണ്. അവർ രണ്ടുപേരും ചേർന്ന് ചന്ദ്രികയെ നന്നായിട്ട് ഒരുക്കി വളയൊക്കെ ഇട്ടുകൊടുത്ത് ചന്ദ്രിക ആ സമയത്തും എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിച്ച് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.